കൗണ്ട് ഡൗൺ നിർത്തിവെച്ചു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. വിക്രം-1 റോക്കറ്റിന്റെ വിക്ഷേപണം, അതിന്റെ കൗണ്ട് ഡൗൺ 4 മിനിറ്റ് 59 സെക്കൻഡ് ആയപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. മിഷൻ ആഗമൻ ദൗത്യം 11:30 വിക്ഷേപണം എന്നുള്ളതാണ് നിശ്ചയിച്ചിരുന്നത്. എന്താണ് സംഭവിക്കുന്നത്? 11:32 ആയല്ലോ ഐസൺ. എന്താണ്, എന്തെങ്കിലും ഒരു മാറ്റം എന്തെങ്കിലും സംഭവിക്കുന്നതായി നമുക്ക് സൂചനകളുണ്ടോ? സാങ്കേതികമായ എന്തോ ഒരു ഇംപെർഫെക്ഷൻ അവിടെ നോട്ടീസ് ചെയ്തിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും മുകളിൽ കാണുന്ന സമയം കാണിക്കുന്നതിൽ 4 മിനിറ്റ് 59 സെക്കൻഡ് ലോഞ്ചിന് ശേഷിക്കുന്നൊരു സമയത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ആ കൗണ്ട് ഡൗൺ ഡാറ്റ മുന്നോട്ട് പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൗണ്ട് ഡൗൺ ഡാറ്റ മുന്നോട്ട് പോകാതായിട്ട് ഏതാണ്ട് 1 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നു എന്ന ഒരു കൃത്യമായൊരു വിവരം തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 4 മിനിറ്റ് 59 സെക്കൻഡ് മാത്രം ലോഞ്ചിന് ബാക്കിയുണ്ടായിരുന്ന ഒരു സമയത്ത് അത്രയും ഘട്ടങ്ങളെല്ലാം തന്നെ പൂർണ്ണമായ ഒരു സാഹചര്യത്തിലാണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നത് സംബന്ധിച്ചിപ്പോൾ ലഭ്യമായിട്ടില്ല. അതിൻ്റെ സാങ്കേതികമായ വിഷയങ്ങൾ ഇനിയും മനസ്സിലാക്കി വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് കൗണ്ട് ഡൗൺ നിർത്തിവെച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കൗണ്ട് ഡൗൺ പുനരാരംഭിക്കുകയും റോക്കറ്റിൻ്റെ ലോഞ്ച് നടക്കുകയും ചെയ്യുന്നത് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആത്യന്തികമായ ചില സാങ്കേതിക വിഷയങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കൂടി ഒരു പെർഫെക്ഷൻ വരുത്തുന്നതിന് വേണ്ടിയുള്ള ചില സംവിധാനങ്ങളായിരിക്കും, ചില സോഫ്റ്റ്വെയറുകളുടെ ആക്ടിവേഷൻ ആയിരിക്കാം, അത്തരത്തിലുള്ള ചില സംവിധാനങ്ങളായിരിക്കാം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിർത്തിവെച്ച കൗണ്ട് ഡൗൺ ഉടൻ തന്നെ പുനരാരംഭിക്കുമെന്നാണ് പ്രാഥമികമായൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളെങ്കിലും ഇത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണം ഔദ്യോഗികമായി സ്കൈ റൂട്ടിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റു ബന്ധപ്പെട്ട മേഖലകളിൽ നിന്നോ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ആ പ്രശ്നം അത് അഭിസംബോധന ചെയ്തതിന് ശേഷം വീണ്ടും ലോഞ്ചിനുള്ള നീക്കങ്ങൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായും 4 മിനിറ്റ് 59 സെക്കൻഡ് ബാക്കിയുണ്ടായിരുന്നു. അതായത് ലോഞ്ച് ടൈമുമായി ലോഞ്ച് ചെയ്യുന്നതിനുള്ള കൃത്യമായ സമയത്തിൻ്റെ 4 മിനിറ്റ് മുൻപ്, ഏതാണ്ട് 4.5 മിനിറ്റ് മുൻപ്, 5 മിനിറ്റ് മുൻപാണ് ഇത്തരത്തിൽ ഒരു സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. ആ സാങ്കേതിക പ്രശ്നം എന്തെന്ന് കൃത്യമായും നിരീക്ഷിക്കുന്നുണ്ട്. ISRO ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ അവിടെയുണ്ട്. മുൻ ചെയർമാന്മാരുണ്ട്. ആ മുൻ ചെയർമാന്മാരും ISRO ചെയർമാനും എല്ലാം തന്നെ, നിലവിലെ ചെയർമാനും എല്ലാം തന്നെ ഈ വിഷയം കൃത്യമായി നിരീക്ഷിക്കുകയും അതിൻ്റെ സാങ്കേതികമായ കൃത്യത നൽകുന്നതിനുള്ള നീക്കങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 5 മിനിറ്റാണ് ഇനിയും വൈകിയ ഒരു സാഹചര്യമുള്ളത്. 5 മിനിറ്റോളം കഴിഞ്ഞാൽ വീണ്ടും വിക്ഷേപണം നടക്കുമെന്ന് തന്നെയാണ് പ്രാഥമികമായി അറിയാൻ സാധിക്കുന്നത്. ടാക്കി, എന്തായാലും ചില സംശയങ്ങൾ, സാങ്കേതികപരമായി ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 5 മിനിറ്റ് കൂടി കാത്തിരിക്കണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വിക്രം-1 വിക്ഷേപണം അല്പമൊന്ന് വൈകുന്നു എന്നുള്ളത് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കൗണ്ട് ഡൗൺ നിർത്തി വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഒരു നീട്ടുന്നു എന്നുള്ളതല്ല, ഒരു 5 മിനിറ്റ് കൂടി കാത്തിരിക്കൂ എന്നുള്ളതാണ് സ്കൈ റൂട്ടിൻ്റെതായി പുറത്തു വരുന്ന ചില സൂചനകൾ.